ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ നടപ്പാക്കിയ പുതിയ പരിഷ്കാരത്തിനെതിരെ ബസ് ഉടമകളുടെ സംഘടന രംഗത്തെത്തി. പരിഷ്കരണം ഏകപക്ഷീയമാണെന്നാരോപിച്ച് സബ് കളക്ടർക്കും RTOക്കും ഉൾപ്പെടെ ഒറ്റപ്പാലം താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പരാതി നൽകി. ബസ് സ്റ്റാൻഡിൽ 6 വർഷത്തോളമായി പ്രശ്നങ്ങളില്ല. ചിലരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഇത്തരം പരിഷ്കാരങ്ങൾ നടത്തുന്നത്. മുമ്പും ഇത്തരം പരിഷ്കാരങ്ങൾ നടത്തിയപ്പോൾ യാത്രക്കാരൻ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ടെന്നും അസോസിയേഷൻ നൽകിയ പരാതിയിൽ പറയുന്നു. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കടകളുടെ മുന്നിലേക്ക് തിരിച്ചിടുന്നത് ഒറ്റപ്പാലം നഗരസഭയുടെ തെറ്റായ നടപടിയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് മുന്നേയും ഒരു ഭരണസമിതി ഉള്ളപ്പോൾ ഇതേപോലെ രാവിലെ ചെയ്ത് 3 മണിയായപ്പോഴേക്കും അത് തിരിച്ചു ഇടേണ്ട ഗതി വന്നിട്ടുണ്ട്. ഇതേപോലെ റിവേഴ്സ് വരുന്ന സമയത്ത് ഒരു വ്യക്തിയെ തട്ടുകയും ആ ആള് പിറ്റേ ദിവസം മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് തികച്ചും തെറ്റായ രീതിയിലാണ് ഈ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കിയിട്ടുള്ളത്. ഇത് തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. നഗരസഭയുടെ തീരുമാനമാണോ നടപ്പാക്കിയിരിക്കുന്നത്, നാറ്റ്പാക്കിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണോ നടപ്പാക്കിയിരിക്കുന്നത് എന്ന് അറിയില്ല. ഇവിടെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇനി കുട്ടികളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ബസ് സ്റ്റാൻഡിൻ്റെ 4 ഭാഗത്തുകൂടിയും ആളുകൾ വന്നാണ് ഈ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നത്. ഒരു സൈഡിലൂടെ അല്ല ഒരു ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നത്. ഒരു മിനിറ്റിൽ 10 ബസ്സോളം പുറത്തേക്കും 10 ബസ്സോളം അകത്തേക്കും വരുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് ഈ ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലൂടെയാണ് യാത്രക്കാർ മുഴുവൻ നടക്കുന്നത്. പുറത്തുനിന്നും ബസ് വന്ന് ആളെ ഇറക്കുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ ഇറക്കുമ്പോൾ ഈ ബസ്സിൽ നിന്നും ഇറങ്ങുന്ന ആളുകൾ മറ്റു ബസ്സുകളിലേക്ക് ചിതറിപ്പോകുന്ന സമയത്ത് റിവേഴ്സ് വരുന്ന ബസ് ആളുകളെ തട്ടാൻ 100% ചാൻസ് ഉണ്ട്. ഇതിന് മുന്നേ ഉണ്ടായിട്ടുള്ളതാണ്. ഇത് കുത്താമ്പുള്ളി ഭാഗത്തുള്ള ഒരാളാണ് മരണപ്പെട്ടു പോയത്. ഇത് ചില ആളുകൾക്കും ചില ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇത് അറിയാം. ചില വ്യക്തികളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നഗരസഭ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ബസ് തൊഴിലാളികളെ ഉപദ്രവിക്കുന്ന ഈ പരിപാടി. ഇതിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ അതിന് ഉത്തരവാദി നഗരസഭാ ചെയർമാനോ വൈസ് ചെയർമാനോ അവരെ ഭരണസമിതിക്കാണ് ഇതിൻ്റെ ഉത്തരവാദി. ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ബസ് സ്റ്റാൻഡിൽ യാർഡിലൂടെ നടന്നാണ് ബസ്സുകളിൽ കയറുന്നത്. ഇതിന് മറ്റു സംവിധാനങ്ങളില്ല. ബസ് ഇറങ്ങിയാൽ ബസ് സ്റ്റാൻഡിന് നടുവിലൂടെ നടക്കുന്നത് ഒഴിവാക്കാൻ സൗകര്യങ്ങൾ വേണം. 1 മിനിറ്റിൽ 10ഓളം ബസ്സുകൾ കയറിയിറങ്ങുന്ന സ്റ്റാൻഡിൽ തിരക്കും അപകട സാധ്യതയും കൂടുതലാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. ചിത്തര വിമൻസ് അക്കാദമി, SMP ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി.